ഹമാസിന് വെടിനിർത്തണം. ഹിസ്ബുള്ള ഇല്ല, ഇറാനില്ല, ഇനി വെടി നിർത്തിയേ പറ്റൂ. ഗത്യന്തരമില്ലാതെ ഹമാസ് വെടിനിർത്തലിന് തയ്യാറാകുന്നു എന്ന് സൂചന. 14 മാസമായി തുടരുന്ന ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ വെടിനിർത്തൽ കരാറിനുള്ള വഴി തെളിയുകയാണ്. രണ്ട് ഭാഗത്തുള്ളവരും വെടിനിർത്തലിന് പ്രേരിപ്പിക്കാനുള്ള നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് അമേരിക്ക, ഈജിപ്ത്, ഖത്തർ എന്നീ രാജ്യങ്ങളാണ്. ഇവരുടെ മധ്യസ്ഥതയിൽ ആഴ്ചകളായി നടക്കുന്ന ചർച്ചയിൽ പുരോഗതി ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്രയേൽ സൈന്യം ഗാസയിൽ നിന്ന് പിന്മാറുന്ന കാര്യത്തിൽ സമയക്രമം വേണം എന്ന കാര്യം അംഗീകരിക്കാൻ ഹമാസ് തയ്യാറായിരിക്കുകയാണ്. ഇതോടെയാണ് വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകാനുള്ള വഴി തെളിഞ്ഞിരിക്കുന്നത്. കരാറിലേക്ക് എന്നത്തെക്കാളും കൂടുതൽ അടുത്തു എന്നാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞത്. അതേസമയം കരാറിലെ വ്യവസ്ഥകളെ പറ്റി ഇപ്പോഴും ധാരണകളായിട്ടില്ല. ഹമാസുമായുള്ള യുദ്ധത്തെ തുടർന്ന് തകർന്ന നിലയിലാണ് ഗാസ. ഭൂരിഭാഗം അടിസ്ഥാന സൗകര്യങ്ങളും നശിച്ചു. നിർണ്ണയിക്കാൻ പോലും ആകാത്ത വിധത്തിലുള്ള നാശനഷ്ടങ്ങളാണ് ഗാസയിലെമ്പാടും ഇസ്രായേൽ ആക്രമണത്തിലൂടെ ഉണ്ടായത്. 17 വർഷമായി ഗാസ ഭരിക്കുകയാണ് ഹമാസ്. അതിന്റെ ഏറ്റവും ദുർബലമായ ഘട്ടത്തിലാണ് ഇപ്പോൾ ഹമാസ്. താമസക്കാരും ഫലസ്തീൻ ഉദ്യോഗസ്ഥരും വിശകലന വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് അങ്ങനെയാണ്. ഗറില്ല പോരാളികളുടെ പോക്കറ്റുകളായി ചുരുങ്ങുകയും ഭരിക്കാൻ കൂടുതൽ കഴിവില്ലാത്തതുമാണ്. അനുകൂലികൾക്കിടയിൽ പോലും രോഷം ഉയർത്തുമ്പോൾ വെടിനിർത്തലിന് ഹമാസ് വഴങ്ങാൻ തയ്യാറായത്. സഖ്യകക്ഷിയായ ലബനനിലെ സായുധ സംഘടന ഹിസ്ബുള്ളയും ദുർബലമായിരുന്നു. ഹിസ്ബുള്ള വെടിനിർത്തൽ കരാറിലെത്തിയിരുന്നു. ഇതോടെ ഹമാസ് കൂടുതൽ ഒറ്റപ്പെട്ടു. യമനിലെ ഹൂതി വിമതർക്ക് നേരെ അമേരിക്കയുടെ നേതൃത്വത്തിൽ ശക്തമായ ആക്രമണം നടക്കുന്നതുകൊണ്ടും ആയുധ സാമ്പത്തിക സഹായം കുറഞ്ഞതും ഹമാസിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു. ഇതിന്റെ കൂടെ സിറിയയിൽ വിമതർ അധികാരം പിടിച്ചതോടെ ഇറാനിൽ നിന്ന് കിട്ടിയിരുന്ന സഹായവും പഴയതുപോലെ ഹമാസിന് ലഭിക്കുന്നില്ല. ഈ കാരണങ്ങളെല്ലാം കൊണ്ട് ഹമാസ് ഏറെക്കുറെ ദുർബലമായിരിക്കുന്ന സാഹചര്യത്തിലാണ് വെടിനിർത്തൽ കരാർ പെട്ടെന്ന് യാഥാർത്ഥ്യമാകാൻ വഴി തെളിഞ്ഞിരിക്കുന്നത്. ജനുവരി 20 മുമ്പ് തന്നെ കരാർ നിലവിൽ വരുമെന്നാണ് സൂചന. ഹമാസ് തടവിലാക്കിയ ഇസ്രയേലുകാരെ മോചിപ്പിക്കൽ, പോരാട്ടം നിർത്തിവെക്കൽ, ഇസ്രയേലിന്റെ ജയിലിലുള്ള പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കൽ, ഗാസയ്ക്കുള്ള സഹായം തുടങ്ങിയ കാര്യങ്ങളാകും കരാറിലുണ്ടാകുക. ആദ്യഘട്ടം 6 മുതൽ 8 ആഴ്ച വരെ നീണ്ടു നിൽക്കും. ആ സമയത്ത് ഹമാസ് 30 ബന്ദികളെ വിട്ടയക്കും. ജീവിച്ചിരിക്കുന്നവരിൽ പകുതിയോളം അവരിൽ 3-4 ഇരട്ട US, ഇസ്രായേൽ പൗരന്മാരും ഉൾപ്പെടുന്നുണ്ട്. രക്തരൂക്ഷിതമായ ആക്രമണങ്ങളിൽ പങ്കുണ്ട് എന്ന് ആരോപിച്ച് നീണ്ട ശിക്ഷ അനുഭവിക്കുന്ന 100ഓളം പലസ്തീൻ തടവുകാരെയും ഇസ്രായേൽ മോചിപ്പിക്കും. വർദ്ധിച്ച സഹായം, 14 മാസത്തെ യുദ്ധത്തിൽ മാനുഷിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തിയ ഗാസയ്ക്കുള്ള സഹായം വർദ്ധിപ്പിക്കണമെന്നാണ് കരാറിൽ ആവശ്യപ്പെടുന്നത്. ഗാസയിലെ 2.3 ദശലക്ഷം ആളുകളിൽ 90% പല കേസുകളിലും പലതവണ പലായനം ചെയ്യപ്പെട്ടു. കൂടാതെ പ്രദേശത്തുടനീളം കടുത്ത പട്ടിണിയാണ് എന്നും സഹായ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈജിപ്തുമായുള്ള ടെറിട്ടറിയുടെ റഫ ക്രോസിംഗ് വീണ്ടും തുറക്കുന്നത് ഇതിൽ ഉൾപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. മെയ് മാസത്തിൽ ഇസ്രയേലി ഗ്രൗണ്ട് സേന തെക്കൻ അതിർത്തി പട്ടണത്തിൽ അധിനിവേശം നടത്തിയതിനു ശേഷം അടച്ചിരുന്നു. വിദേശയാത്ര ആഗ്രഹിക്കുന്ന ഗാസയിലെ പലസ്തീനികളുടെ പ്രാഥമിക എക്സിറ്റ് പോയിന്റ് ആയതിനാലും ഇസ്രയേൽ നിയന്ത്രിക്കാത്ത ഒരേ ഒരു സ്ഥലമായതിനാലും ക്രോസിംഗ് വളരെ പ്രധാനമാണ്. യൂറോപ്യൻ യൂണിയൻ നിരീക്ഷകരുമായി ക്രോസിംഗ് നടത്തുന്നതിന് അന്താരാഷ്ട്ര അംഗീകാരമുള്ള പലസ്തീനിയൻ അതോറിറ്റിയെ അനുവദിച്ച 2005 കരാറിലേക്ക് മടങ്ങുന്നത് പരിഗണിക്കുകയാണ് എന്നും മധ്യസ്ഥർ പറയുന്നുണ്ട്. 2007 ഗാസയുടെ നിയന്ത്രണം ഹമാസ് പിടിച്ചെടുക്കുകയും പലസ്തീൻ അതോറിറ്റി സേനയെ പുറത്താക്കുകയും ചെയ്തതോടെ ആ കരാറിനും അന്ത്യമുണ്ടായി. രക്തരൂക്ഷിതമായ തെരഞ്ഞെടുപ്പ് തർക്കത്തെ തുടർന്ന് പടിഞ്ഞാറൻ പിന്തുണയുള്ള പലസ്തീൻ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരെ പുറത്താക്കി 2007 ഹമാസ് ഗാസയിൽ അധികാരം പിടിച്ചെടുത്തത്. ഈജിപ്തിനൊപ്പം ഇസ്രായേൽ സംഘത്തെ ദുർബലപ്പെടുത്തുന്നതിനും അതിന്റെ സ്വാധീനം നിയന്ത്രിക്കുന്നതിനുമായി കര-കടൽ ഉപരോധം ഏർപ്പെടുത്തി. വർഷങ്ങളായി ഇസ്രയേലും ഹമാസും ഹ്രസ്വകാല യുദ്ധങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് നടത്തിയത്. തുടർന്ന് കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഹമാസിന്റെ നേതൃത്വത്തിലുള്ള പോരാളികൾ തെക്കൻ ഇസ്രയേൽ ആക്രമിക്കുകയും 1200ഓളം പേരെ കൊല്ലുകയും അവരിൽ ഭൂരിഭാഗവും സാധാരണക്കാരും 250ഓളം ബന്ദികളെയും ഗാസയിലേക്ക് തിരികെ കൊണ്ടുപോവുകയും ചെയ്തു. ഇസ്രയേലിന്റെ പ്രതികാര സൈനിക ക്യാമ്പയിൻ പലസ്തീൻ എൻക്ലേവിന്റെ ഭൂരിഭാഗവും നശിപ്പിച്ചു. 45,000-ലധികം ആളുകൾ ഇതുവരെ കൊല്ലപ്പെടുകയും ചെയ്തു. അതേസമയം ഗാസ ആരോഗ്യ മന്ത്രാലയം പറയുന്നതനുസരിച്ച് ആയിരക്കണക്കിന് മൃതദേഹങ്ങൾ അവശിഷ്ടങ്ങൾക്കിടയിൽ എണ്ണപ്പെടാതെ കിടക്കുന്നുണ്ട്. മരിച്ചവരിൽ 3-2 സ്ത്രീകളും കുട്ടികളുമാണ്. 20,000-ഓളം ഹമാസ് പോരാളികളെ ഇസ്രായേൽ പ്രതിരോധ സേന വധിച്ചതായി തെളിവുകൾ നൽകാതെയാണ് നെതന്യാഹു വ്യാഴാഴ്ച കണക്കുകൾ പറഞ്ഞത്. ജൂലൈ അവസാനം ഹമാസിന്റെ രാഷ്ട്രീയ നേതാവ് ഇസ്മായിൽ ഹാനിയെ ഇസ്രായേൽ ഇറാനിലെ ഒരു രഹസ്യ ഓപ്പറേഷനിലാണ് വധിച്ചത്. ഒക്ടോബർ 7 ആക്രമണത്തിന്റെ പ്രാഥമിക ശില്പി എന്ന് കരുതപ്പെടുന്ന സൈനിക നേതാവ് യഹ്യ സിൻവാർ ഒക്ടോബറിൽ തെക്കൻ ഗാസയിൽ വെച്ച് ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയിരുന്നു.
ഹമാസിന്റെ സൈനിക കഴിവുകൾ ക്ഷയിച്ചു. ഇന്റർനാഷണൽ ക്രൈസിസ് ഗ്രൂപ്പിലെ സീനിയർ പലസ്തീൻ അനലിസ്റ്റ് തഹാനി മുസ്തഫയുടെ വാക്കുകൾ ഇങ്ങനെയാണ്. എന്നാൽ ദീർഘകാല കലാപം നിലനിർത്താനുള്ള ശേഷി അതിനുണ്ട് എന്ന് ഹമാസ് തെളിയിച്ചു. ദുർബലമായ അവസ്ഥയിൽ പോലും ഹമാസ് ഇസ്രായേൽ സൈനികരെ പതിയിരുന്ന് ആക്രമിക്കുകയും തെക്കൻ ഇസ്രായേലിലേക്ക് ഇടയ്ക്കിടെ ഭവനങ്ങളിൽ നിർമ്മിച്ച പ്രൊജക്ടൈലുകൾ വിക്ഷേപിക്കുകയും ചെയ്യുന്നു എന്നും അദ്ദേഹത്തിന്റെ വാക്കുകൾ. അതോടൊപ്പം ലക്ഷക്കണക്കിന് പലായനം ചെയ്ത ഗസാക്കാർ അഭയം പ്രാപിച്ച തിരക്കേറിയ സെൻട്രൽ നഗരങ്ങളായ ഡീർ അൽ ബലാഖ്, ഖാൻ യൂനിസ്, നുസ്രാത്ത് എന്നിവിടങ്ങളിൽ ഹമാസ് ഭരണത്തിന്റെ അടയാളങ്ങൾ ഇപ്പോഴും ശക്തമായി തുടരുകയാണ്. ഹമാസ് പോലീസ് സേനയും സാമൂഹിക വികസന മന്ത്രാലയവും എമർജൻസി കമ്മിറ്റികളും ഇപ്പോഴും ചില സേവനങ്ങൾ നൽകുന്നുണ്ട്. ഏതാനും മാസങ്ങൾ കൂടുമ്പോൾ ഹമാസ് നൂറുകണക്കിന് ഡോളർ സർക്കാർ ശമ്പളം നൽകുന്നത് തുടരുന്നുണ്ട് എന്നും താമസക്കാർ പറയുന്നു. എന്നാൽ എൻക്ലേവിന്റെ തെക്കേറ്റത്തുള്ള നഗരമായ റാഫയിൽ ഹമാസിനെ എതിർക്കുന്ന സായുധ സംഘങ്ങൾ ഫലപ്രദമായ നിയന്ത്രണം ഏറ്റെടുക്കുകയും ഇസ്രായേൽ നിയന്ത്രിത പ്രദേശങ്ങളിൽ സഹായ ട്രക്കുകൾ കൊള്ളയടിക്കുകയും ചെയ്യുന്നുണ്ട്. മാനുഷിക ദുരിതാശ്വാസ വിതരണം ഗുരുതരമാവുകയും ചെയ്തു. സങ്കീർണമായി ഗാസയുടെ പട്ടിണി പ്രതിസന്ധി രൂക്ഷമാക്കുകയും ചെയ്യുന്നു. യുദ്ധത്തിലിടനീളം പരിമിതമായ വില നിയന്ത്രണം ഏർപ്പെടുത്താൻ ഹമാസ് ശ്രമം നടത്തിയിരുന്നു. എന്നാൽ വ്യാപകമായ ക്ഷാമത്തിനിടയിൽ സാധനങ്ങളുടെ വില കുതിച്ചുയർന്നതായിരുന്നു മിച്ചം. യുദ്ധത്തിന് മുൻപ് $14 വിലയുണ്ടായിരുന്ന 25 കിലോഗ്രാം മാവ് ഇപ്പോൾ $250 മുകളിൽ പോകും എന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. കഴിഞ്ഞ മാസം ഹമാസ് ഒരു ക്യാമ്പയിൻ നടത്തിയിരുന്നു. അധിനിവേശത്തിന് ഈ കെണികളുമായി സഹകരിക്കുന്ന വ്യാപാരികളോടും വിൽപ്പനക്കാരോടും ദൃഢമായും കർശനമായും ഇടപെടും എന്നതായിരുന്നു ഹമാസിന്റെ നിലപാട്. സുരക്ഷാ സേനയുമായി അഫിലിയേറ്റ് ചെയ്ത ഒരു ഗ്രൂപ്പ് അയച്ച സന്ദേശം ഇങ്ങനെയാണ്: നവംബർ 18 ഹമാസുമായി ബന്ധമുള്ള ആയുധധാരികളായ ആളുകൾ ക്രിമിനൽ സംഘത്തിന്റെ നേതാക്കളിൽ ഒരാളായ യാസർ അബു ഷബാബിനെ ആക്രമിക്കുകയും സഹോദരൻ ഉൾപ്പെടെ 10 പേരെ കൊല്ലുകയും ചെയ്തു എന്ന് അബു ഷബാബ് പറഞ്ഞു. എന്നിട്ടും കൊള്ള തുടരുകയാണ്. വിലക്കയറ്റം അനിയന്ത്രിതമായി കുതിച്ചുയരുന്നു. ഒരു ദുരന്തത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്, ഹമാസ് സർക്കാർ ജീവനക്കാരനായ റാമി പറയുന്നു. ഇസ്രയേലിന്റെ പ്രവർത്തനങ്ങൾ അനിഷേധ്യമായ കുറ്റകരമാണ്. പക്ഷേ ഹമാസിന്റെ മോശം വിധിയും യുദ്ധാനന്തരം കണക്കിലെടുത്തതിലെ പരാജയവും ഈ ദുരന്തത്തിന് കൂടുതൽ ആക്കം കൂട്ടുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.